ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, മിത്തങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും, രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങിൻ മുമ്പേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ? പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ജീവന്റെ മനത്തിനെ നാഥനം
വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ, തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ, തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ,
ഓർക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ? സംസ്കാരം നടത്തിയ സർവ്വങ്ങളിൽ നിന്ന് സമർപ്പിച്ച ഓഫീസ് പ്രാർത്ഥനയെ തുടർച്ചയായി കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ബന്ധപ്പെട്ടവരോടും ചേർന്ന് രാജേശ്വരനെ അനുസ്മരിച്ച് സ്നേഹക്കൂട്ടായ്മയുടെ ഈ ഭവനത്തിലെ ശുശ്രൂഷ നമ്മളിവിടെ വിളിച്ച് നടത്തുകയാണ്. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. നീതിമാന്മാരായ വിശ്വാസികളിലും പരിശുദ്ധരായ പൂർവ്വപിതാക്കന്മാരിലും അത്യന്തം സന്തുഷ്ടനായി അവരെ ആശീർവദിച്ച ദൈവമേ, ഈ സമൂഹത്തെയും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് അന്ത്യയാത്ര പിരിഞ്ഞു പോയവർക്ക് നിത്യാർത്ഥം കൽപ്പിച്ചരണമേ. പൂർവ്വപിതാവായ അബ്രാഹത്തിന്റെയും നീതിമാനായ ജോബിന്റെയും ഭവനങ്ങൾ പോലെ ഞങ്ങളുടെ ഭവനങ്ങളും ഐശ്വര്യപൂർണമായി തീരട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആരംഭവും മരണശേഷം ഞങ്ങളുടെ ആനന്ദവുമായ ദൈവമേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ചെയ്യുകയും ചെയ്യും. ഇന്ന് രാജ്യത്തിന് വേണ്ടി ദിവ്യബലി അർപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഷൈജുവച്ചനെ ആദ്യപൂർവ്വം ക്ഷണിച്ചു. തിരക്കുകളുണ്ടായിരുന്നു. ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അവരിവിടെയായിരിക്കുന്നത് രാജേട്ടനോടുള്ള വലിയ ഒരു കരുതലും അദ്ദേഹത്തിന് നമ്മളോടുള്ള കരുതലും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായും ഈ ഓർമ്മ വലിയുണ്ടാകട്ടെ. ഏറ്റവും അഭിമാനായ ശ്രീ ഫ്രാൻസിസ് ജോർജ് ബഹുമാനപ്പെട്ട വൈദികരെ, മറ്റ് പ്രിയ സുഹൃത്തുക്കളെ, ശ്രീ രാജു നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. എപ്പോഴും സജീവമായി പൊതുരംഗത്തുണ്ടായിരുന്ന ഈ നല്ലത് മാത്രമേ പറയാൻ. ഇന്ന് ഈ ബുക്ക് പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തതാണ്. എന്തിനാണ് ഇങ്ങനൊരു ബുക്കെന്ന് ചോദിച്ചെന്നാൽ ചില ആളുകൾ ചിലപ്പോൾ വണ്ടറായേക്കാം, ഇങ്ങനൊരു ബുക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന് വേണമെങ്കിലും ചിന്തിച്ചേക്കാം. പക്ഷെ ഇത് ഞാൻ ചെയ്യാനിരുന്ന ബുക്ക് എന്ന് പറയുന്നത് പപ്പ ഉള്ളപ്പം നമ്മുടെ ഒരു ഫാമിലി കുടുംബ ചരിത്ര ബുക്കാണ് ചെയ്യാനിരുന്നത്. പപ്പ ഫാമിലിക്ക് അത്രയധികം സമൂഹത്തിന് കൊടുക്കുന്ന പോലെ തന്നെ ഫാമിലിക്കും അതുപോലെ വില കൊടുത്തിരുന്ന ഒരാളാണ് എൻ്റെ പപ്പ. അതുകൊണ്ട് ഇത് പപ്പ ജീവിച്ചിരിക്കുമ്പോൾ ഇളയ മകനായതുകൊണ്ട് കുടുംബത്തിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ബുക്ക് ചെയ്യണമെന്ന് പപ്പ മരിക്കുന്നതിന് മുന്നേ ഞാൻ ഇത് സ്വപ്നം കണ്ടൊരു കാര്യമാണ്. പപ്പയുടെ എല്ലാ മൂത്ത സഹോദരങ്ങളും ജ്യേഷ്ഠ സഹോദരന്മാരും മരിച്ചു പോയിരുന്നു. പിന്നെ ഉള്ളത് പപ്പയാണ്, കുടുംബത്തിലെ തറവാട്ടിൽ നിന്നിരുന്ന ആള്. അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ തോന്നിയൊരു ഐഡിയയാണ്. അത് തോന്നാനുള്ള കാരണം പപ്പ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ്. സഹോദരങ്ങളോടുള്ള സ്നേഹവും അവരുടെ മക്കളോടൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും എല്ലാം കല്യാണത്തിനും ഇവരെൻ്റെ
എൻ്റെ അനിയത്തിയുടെയും കല്യാണത്തിന് പപ്പയില്ല എങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്ന എൻ്റെ അപ്പൻ്റെ എല്ലാ ചേട്ടൻ്റെയും പെങ്ങന്മാരുടെയും മക്കളുടെ കല്യാണങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് നടത്തിയിട്ടാണ് പപ്പ പോയത്. അപ്പോൾ ഈ ഒരു ബുക്ക് ഇതൊരു വലിയ സംഭവമൊന്നുമല്ല, പപ്പ അത്ര വലിയ മഹൽ വ്യക്തിയായിട്ടൊന്നും അല്ല ഞാൻ ഈ ഒരു ബുക്ക് ചെയ്യുന്നത്. പക്ഷെ പപ്പ മരിച്ചതിന് ശേഷം പപ്പ ഈ നാടിന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും ചെയ്ത പല കാര്യങ്ങൾ പപ്പയുടെ സുഹൃത്തുക്കളായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് വഴി ഞാൻ കേട്ടു. എൻ്റെ ഈ വിഷമം ഇത് മാറത്തില്ലാത്തൊരു സങ്കടമാണെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു ഞാനിപ്പോൾ. ഇതൊരിക്കലും ഈ ഒരു വേദന മാറത്തില്ല. അപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് പപ്പയുടെ ഒത്തിരി പേര് ഇതിനകത്ത് മിസ്സായിട്ടുണ്ട്. പക്ഷേ ഇതിലെ കുറേ ആളുകൾ എനിക്കിത് ഷോർട്ട് ടൈമിലാണ്, വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ടാണ് ഈ ഒരു ബുക്ക് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ബുക്ക് സാറുണ്ട്, നമ്മുടെ അഭിവന്ധ്യ ഇടുക്കി രൂപത പിതാവിൻ്റെ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം എല്ലാവർക്കും ഈ ബുക്ക് തരാൻ സാധിക്കില്ല. 60 ബുക്ക് എൻ്റെ ഉള്ളൂ. വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കുമാണ്. പിന്നെ വേണ്ടവർക്ക് ഞാനിതിൻ്റെ കോപ്പി വാട്സപ്പിലോ PDF ആയിട്ട് അയച്ചു തരുന്നതാണ്. അല്ല വേണ്ടവർക്ക് ഈ കോപ്പി തരാം. അപ്പോൾ ഇതിൽ ഫാമിലി എല്ലാവരെയും കംപ്ലീറ്റഡ് അല്ല ഈ ബുക്ക്, ഇതിൻ്റെ അടുത്ത വർഷം വരും. ഇത് ഇന്നലെ രാത്രി 1 മണി വരെയുള്ള ചെയ്തൊരു ബുക്കാണ്. ഞാൻ ഈ വെക്കേഷന് വന്നിട്ട് ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്, പപ്പയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബുക്ക് പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ബുക്ക് കൈപ്പറ്റുന്നതിനായിട്ട് നാരകക്കാനം ഇടവക വികാരി സെബാസ്റ്റ്യൻ അച്ഛനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട മമ്മീനെയും കൂടെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഷെഞ്ചു എൻ്റെ ആങ്ങള അനിയത്തി വന്നിട്ടില്ല. ജിബു എൻ്റെ ഹസ്ബൻഡ്, പിന്നെ ഇപ്പൊ പപ്പയുടെ ഇളയ സിസ്റ്ററാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആന്റീനെയും കൂടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു.